ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രോൾ സിസ്റ്റത്തിലെ ടോപ്പിക്സാണ്. കൺട്രോൾ സിസ്റ്റത്തിൽ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളിങ്ങനെ മിസ്സിങ് ടോപ്പിക്സ് അടുത്ത് ഡിസ്കസ് ചെയ്യുവാണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന റെയർ ടോപ്പിക്സ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റെബിലിറ്റിയിലേക്ക് പോകുള്ളൂ. ഓക്കെ, ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കും. ഈ ഒരു വീഡിയോയും കൂടി നിങ്ങൾ വാച്ച് ചെയ്യുക. ഇതിൽ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് അവർ തീറ്റ ഒക്കെ നമ്മൾ പറഞ്ഞു, ഡാമ്പിംഗ് റേഷ്യോൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ ഈ സ്റ്റെപ്പ് റെസ്പോൺസ്, ഇപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഓർഡർ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഓരോ ഇതെടുക്കുമ്പോൾ സെക്കൻഡ് ഓർഡർ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് കണ്ടുപിടിച്ച് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉത്തരങ്ങൾ മാത്രം ജസ്റ്റ് നോക്കി പോവാം. അതിൻ്റെ അകത്ത് ആവശ്യമുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ സി ഓഫ് ടി എന്ന് പറയുന്നത് ഈസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ഡോ ഒമേഗ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ സൈൻ ഓഫ് ഒമേഗ ഡി ടി പ്ലസ് തീറ്റ ഇൻറ്റു യു ഓഫ് ടി. ശരിയല്ലേ? നമ്മൾ സ്റ്റെപ്പ് റെസ്പോൺസ് ഓഫ് സെക്കൻഡ് ഓർഡർ അണ്ടർ ഡാംപ്ഡ് സിസ്റ്റം എടുത്തപ്പോൾ കിട്ടിയതാണ്. ഇതുപോലെ അൺഡാംപ്ഡ് മറ്റുള്ളതിൻ്റെ സി ഓഫ് ടി ഉണ്ട്. ഇതിപ്പോൾ അണ്ടർ ഡാംപ്ഡിൻ്റെയാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒമേഗയിലെ എല്ലാ കാര്യത്തിലും എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ഈ ഒരു ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഇത് സ്റ്റഡി സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഈ ടേം ആണ് നമ്മൾ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ട്രാൻസിയൻ്റ് റെസ്പോൺസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നേരത്തെ നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചു. എന്താണ്? കോസ് തീറ്റയാണ് നമ്മുടെ ഡോ. ശരിയല്ലേ? കോസ് തീറ്റയാണ് നമ്മുടെ ഡോ. അതേ ട്രയാങ്കിളിൽ തന്നെ നിങ്ങൾ സൈൻ തീറ്റ കണ്ടുപിടിച്ച് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് 1 മൈനസ് ഡോ സ്ക്വയർ. ഓൾസോ. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ ഡോവും സൈൻ തീറ്റയാണ് 1 മൈനസ് ഡോ സ്ക്വയർ. പിന്നെ നമുക്ക് പുതിയൊരു ടേം പഠിച്ചതാണ് ഡാമ്പിംഗ് ഫാക്ടർ. എന്താണ് ഡാമ്പിംഗ് ഫാക്ടർ? ഡാമ്പിംഗ് ഫാക്ടർ ആൽഫയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡോ ഒമേഗ എൻ. ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്ത് വയ്ക്കുക. വേർ ആൽഫ എന്ന് പറയുന്ന സാധനം എന്താണ്? അറ്റന്വേഷൻ ആണ്. ആ ടെർമിനോളജിയും കൂടി ഓർത്ത് വയ്ക്കുക. അപ്പം ഈ ഡോ ഒമേഗ എൻ ആൽഫ എന്ന് പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെ കിട്ടിയത്? ആക്ച്വലി ഇ റേസ് ടു മൈനസ് ആൽഫ ടി നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് ചിന്തിക്കണം. കാരണം ഇ റേസ് ടു മൈനസ് ആൽഫ ടി എന്ന് പറയും ഇ റേസ് ടു മൈനസ് ഡോ ഒമേഗ. അപ്പം അതിൻ്റെ അകത്താണ് ആൽഫ കിട്ടുന്നത് അല്ലേ. അപ്പം ഈ സൈൻ ഓഫ് ഡോ ഒമേഗ ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ചോദിക്കുവാണെങ്കിൽ എന്താണ് ഉത്തരം വരിക? അതായത് സൈൻ ഓഫ് ഡോ ഒമേഗ ടിന്റെ ആംപ്ലിറ്റ്യൂഡ് ചോദിക്കുകയാണെങ്കിലുള്ള ആൻസർ എന്താണ് വരിക? ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് sine of omega dt plus theta. ഇതൊരു സൈൻ ടേം ആണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ആക്ച്വലി ആര്? ഈ ടേം. ശരിയല്ലേ? അപ്പം ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ഡോ ഒമേഗ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ. ഈ ആംപ്ലിറ്റ്യൂഡാണ് ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നത്? ഡീക്കേ ചെയ്യുന്നത്. ഓക്കെ, ഈ ആംപ്ലിറ്റ്യൂഡ് ടൈമിനനുസരിച്ച് ഡീക്കേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡീക്കേ ചെയ്യുന്ന സമയത്താണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏത് ഇക്വേഷൻ കിട്ടുന്നത്? നിങ്ങൾ ഡീക്കേ ചെയ്ത ടൈം 0 കൊടുക്കുക. അപ്പോൾ ടൈം 0 കൊടുക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലേ. സൈൻ തീറ്റ 1 ബൈ റൂട്ട്, കാരണം നിങ്ങൾ ഈ ഇക്വേഷനിൽ ഡീക്കേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടൈം 0 കൊടുക്കലാണ്. അതായത് ഈ ഇക്വേഷനിൽ ഇത് കൊടുക്കൂ. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 1. അപ്പം 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈ ഡോ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് ഇവിടെ ടൈം 0 കൊടുക്കുമ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു 1.
അങ്ങനെയാണ് നമുക്ക് സൈൻ തീറ്റ എത്ര കിട്ടുന്നത്, √1 - നമുക്ക് അതിൻ്റെ അകത്ത് നിന്നും കിട്ടും. നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാനും സാധിക്കും. അങ്ങനെയാണ് നമുക്ക് സൈൻ തീറ്റ കിട്ടുന്നത്. ഓക്കെ, നമ്മളൊരു റെസ്പോൺസ് വരക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ സപ്പോസ് ഒരു റെസ്പോൺസ് വരക്കുവാന്ന് വിചാരിക്കും റെസ്പെക്ട് ടു ടി സി ഓഫ് ടി. ഓക്കെ, സി ഓഫ് ടി നമ്മൾ റെസ്പോൺസ് വരക്കുവാണെങ്കിൽ you will be getting an equation അല്ലെങ്കിൽ you will be getting a response like this. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു റെസ്പോൺസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ളൊരു റെസ്പോൺസാണ് നമുക്ക് കിട്ടുക. ശരിയല്ലേ? ഇത്തരത്തിലുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് ആംപ്ലിറ്റ്യൂഡ് 1, ഇത് എത്രയാണ്, -1. ഇതാണ് നമ്മുടെ ഫൈനൽ റെസ്പോൺസ്. ഈ ഫൈനൽ റെസ്പോൺസിൽ തന്നെ വാട്ട് ഹാപ്പൻസ് ഈസ്, നമുക്കറിയാം നമ്മുടെ റൈസ് ടൈമും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പം ഈ റെസ്പോൺസിൽ നമ്മളൊരു ഫൈനൽ റെസ്പോൺസ് എന്ന ലെവലിൽ വരക്കും. ഇത് നമുക്ക് സി ഓഫ് ടി കിട്ടി. ഇനി ഫൈനൽ റെസ്പോൺസ് ഉണ്ട്. ആ ഫൈനൽ റെസ്പോൺസ് എങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ റെസ്പോൺസിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഡ്രോ ചെയ്യുന്നത്. ഫൈനൽ റെസ്പോൺസിൽ 2-3 കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത് ടൈമും താഴെ ടൈം വരക്കും. ഓക്കെ, ഇത് ടൈം വരക്കുവാണെങ്കിൽ ഇവിടെ നമ്മളൊരു ആംപ്ലിറ്റ്യൂഡ് 1 കൂടി ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇത്തരത്തിലാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ റെസ്പോൺസ്. You will be getting a response like this. Sorry, നമുക്ക് ഫൈനൽ റെസ്പോൺസ് ആക്ച്വലി ഈ ഒരു തരത്തിലാണ് കിട്ടുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ഈ ഒരു തരത്തിൽ കിട്ടുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടി ഇത് വരയ്ക്കുന്നത്. നിങ്ങൾ ഓരോ സമയത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതാണ് നിങ്ങളുടെ റൈസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പീക്ക് വാല്യൂ. ഓക്കെ, ഇത് ഞാൻ പി ഒ എന്ന് പറയുവാണ്. പി ഒ, അതായത് ടി പി ഒ ഉണ്ട് ആക്ച്വലി, അതുപോലെ ടി പി യു ഉണ്ട്. അതായത് പീക്ക് ഓവർഷൂട്ട് ടൈം ഉണ്ട്. ഓക്കെ, പീക്ക് ഓവർഷൂട്ട് ടൈം, ഇതാണ് നമ്മൾ ഈ പീക്ക് ടൈം ആയിട്ട് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ പറയാത്തൊരു ടൈം ഉണ്ട്, ടി പി യു. ഇതിനെ വിളിക്കുന്ന പേരാണ് പീക്ക് അണ്ടർഷൂട്ട് ടൈം. എക്സ്ട്രാ നോളജ് ആയിട്ട് എടുത്താൽ മതി. നമ്മൾ പീക്ക് ടൈം മാത്രം പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എല്ലാ ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഇതാണ് ടി ആർ ആണ് നമ്മുടെ എന്ത് റൈസ് ടൈം. അപ്പോൾ അണ്ടർഷൂട്ട് ടൈമിൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് അണ്ടർഷൂട്ട് ടൈമിൻ്റെ പീക്ക്. ഇതാണ് ടി പി ആർ, സോറി ടി പി ആർ അല്ല, ടി പി യു. ഓക്കെ, എനിവേസ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് ഒരു നമ്പർ, ഇത് ഫസ്റ്റ് വേവ് N1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ അടിയിലത്തെ ഈ സാധനമാണ് 2, ഇതാണ് എന്ത് വരിക 3, ഇതാണ് 4, ഇതാണ് 5. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ ഇത് പീക്ക് നമ്മൾ ഇനി ഇങ്ങനെ വരയ്ക്കാൻ നിന്നാൽ ഇങ്ങനെയാണ് വരിക. അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2π/ω_d ആണ് കേട്ടോ. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2π/ω_d ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് ആയിട്ട് വരിക. ഓക്കെ, ഇനി റൈസ് ടൈമിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. ഞാൻ പറയേണ്ട കാര്യം ഞാൻ കൃത്യമായിട്ട് പറയും. റൈസ് ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം 0 മുതൽ 100% വരെ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂവിൽ പോകുന്നതാണ് റൈസ് ടൈം അല്ലേ. അപ്പോൾ റൈസ് ടൈം നിങ്ങൾക്ക് കിട്ടും π - θ/ω_d. π - θ/ω_d വേർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, കോസ് ഇൻവേഴ്സ് ഓഫ് ഡോ. കോസ് ഇൻവേഴ്സ് ഓഫ് ഡോ. വേർ ω_d എന്താണ്, ഇറ്റ് ഈസ് ω × √1 - δ². ω_d is equal to 1 - ω × √2. ഇനി പീക്ക് ഓവർഷൂട്ട്. പീക്ക് ഓവർഷൂട്ട് എന്ന് പറയുന്ന സാധനം, പീക്ക് ഓവർഷൂട്ട് ഈസ് നത്തിങ് ബട്ട് the time at which maxima is observed. ഏത് സമയത്താണോ നമുക്ക് ഔട്ട്പുട്ട് റെസ്പോൺസിൽ മാക്സിമം ഒബ്റ്റെയിൻ ചെയ്യുന്നത്, മാക്സിമം ഒബ്റ്റെയിൻ ചെയ്യുന്ന ടൈമാണ് നമ്മുടെ പീക്ക് ഓവർഷൂട്ട്. ഓക്കെ, ആ പീക്ക് ഓവർഷൂട്ട് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ യു ഡിഫറൻഷിയേറ്റ് d/dt ഓഫ് c of t = 0 വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ ടൈം ഈക്വൽ ടു n ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ ഒമേഗ ഡി. ദിസ് ഈസ് യുവർ ടൈം. ഇതാണ് നിങ്ങളുടെ ടൈമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. വേറെ n എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ നമ്പർ 1 to ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് ആവാം. അപ്പോൾ ഫസ്റ്റ് പീക്ക് ഓവർ ഷൂട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി നമ്മൾ T1 എടുത്തു കഴിഞ്ഞാൽ പൈ ബൈ ഒമേഗ ഡി. സെക്കൻഡ് പീക്ക് ഓവർ ഷൂട്ട് T2 ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ ഡി. ഇങ്ങനെ വരും. ഓക്കെ, സോറി, ഫസ്റ്റ് പീക്ക് ഓവർ ഷൂട്ട് ആണെങ്കിലാണ് പൈ ബൈ ഒമേഗ ഡി. ഫസ്റ്റ് പീക്ക് അണ്ടർ ഷൂട്ടാണ് നമ്മൾ 2 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, 2 പൈ. ഇനി സെക്കൻഡ് പീക്ക് ഓവർ ഷൂട്ട് ആണെങ്കിൽ T3 3 പൈ ബൈ ഒമേഗ ഡി. സെക്കൻഡ് പീക്ക് അണ്ടർ ഷൂട്ട് ആണെങ്കിൽ, അണ്ടർ ഷൂട്ടിന് കിട്ടാൻ നമ്മൾ അങ്ങനെ പഠിക്കുന്നില്ല, നിങ്ങൾ ഓർത്താൽ മതി. അതായത് ഓവർ ഷൂട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ 1 3 5 എന്ന വാല്യൂസ്, അണ്ടർ ഷൂട്ട് 2 4. അതുകൊണ്ടാണ് ഇവിടെ 2 4 അണ്ടർ ഷൂട്ടിൽ വരുന്ന പീക്ക് ഓവർ ഷൂട്ടിൽ പൈയും 3 പൈയും 5 പൈയും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പീക്ക് ഓവർ ഷൂട്ടിന്റെ ഫോർമുല. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് ഓവർ ഷൂട്ട് മാത്രമേ ഉള്ളൂ എന്ന ലെവലിലാണ് നമ്മൾ പീക്ക് ടൈം എന്നും പറഞ്ഞിട്ട് പൈ ബൈ ഒമേഗ ഡി എന്ന് പഠിക്കുന്നത്. ഓക്കെ, അതിന് ഇങ്ങനെയും കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് ഓർത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് ഓർത്താലും മതി. പൈ ബൈ ഒമേഗ ഡി എന്ന് ഓർത്താൽ, അതായത് നമ്മളിവിടെ ഈ എന്നിന് ഓഡ് നമ്പറുകൾ വരുന്നതൊക്കെ എന്താണ്, ഓവർ ഷൂട്ടും എന്നിന് ഈവൺ നമ്പർ വരുന്നതിനെയൊക്കെ നമ്മൾ അണ്ടർ ഷൂട്ട് കൊണ്ടുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഓക്കർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അണ്ടർ ഷൂട്ടിൻ്റെയും ഓവർ ഷൂട്ടിൻ്റെയും ഇടയിലുള്ള ടൈം ഡിഫറൻസ്, ഈ അണ്ടർ ഷൂട്ട് ഇതിപ്പോൾ ഇതാണല്ലോ, ഈ അണ്ടർ ഷൂട്ടിൻ്റെയും ഈ ഓവർ ഷൂട്ട്, ഇത് അണ്ടർ ഷൂട്ടാണ്, ഇത് ഓവർ ഷൂട്ടാണ്. ഓക്കെ, അപ്പം 2 സക്സസീവ് ഓവർ ഷൂട്ടുകൾ, ഇത് 2 ഓവർ ഷൂട്ടല്ല, 1ഉം 3ഉം. അതുപോലെ ഈ 2ഉം 4ൻ്റെയും ഇടയിലുള്ള സമയം, ഒന്നെങ്കിൽ ഈ സമയം അല്ലെങ്കിൽ ഈ സമയം, ഈ സമയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ. അതാണ് 2 പൈ ബൈ ഒമേഗ ഡി. അത് എഴുതി വെച്ചോളൂ. ദ ടൈം പീരീഡ് അല്ലെങ്കിൽ ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഓവർ ഷൂട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതാ സക്സസീവ് ഓവർ ഷൂട്ട് ഓർ അണ്ടർ ഷൂട്ട്. ഓവർ ഷൂട്ട് ആവാം, അണ്ടർ ഷൂട്ട് ആവാം. ആ 2 സക്സസീവ് ടൈം പീരീഡിനെയാണ് നമ്മൾ 2 പൈ ബൈ ഒമേഗ ഡി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മാക്സിമം മിനിമം നമുക്ക് കണ്ടുപിടിക്കാം. അതായത് മാക്സിമം ഒക്കർ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാക്സിമം ഒക്കേഴ്സ് അറ്റ് n ഈക്വൽ ടു ഓഡ്. n ഓഡ് ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ വരുന്നത്. അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സി മാക്സിമം ഈക്വൽ ടു സി അറ്റ് പീക്ക് ഓവർ ഷൂട്ട്. ഓവർ ഷൂട്ടിലാണ് മാക്സിമം വാല്യൂ വരുന്നത്. മിനിമ വാല്യൂ എപ്പോഴാണ് വരുന്നത്? മിനിമം വാല്യൂ വരുന്നത് n എപ്പോഴാകുമ്പോഴാണ്? ഈവൺ ആകുമ്പോഴാണ്. അതായത് ദാറ്റ് ഈസ് സി മിനിമം ഈക്വൽ ടു സി അറ്റ് ടി പി യു. ഓക്കെ, ഇത് ജനറലി നമ്മളിതിനെ ഒന്നും കൂടി മാറ്റി എഴുതുന്നു. പീക്ക് ഓവർ ഷൂട്ട് ഈക്വൽ ടു 2k + 1 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ ഒമേഗ ഡി. ടി പി യു ഈക്വൽ ടു 2k ഇൻറ്റു പൈ ബൈ ഒമേഗ ഡി, വേർ k ഈക്വൽ ടു 0 1 2 അപ് ടു ഇൻഫിനിറ്റി. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പൈ ബൈ ഒമേഗ ഡി ആണ് നമ്മളെ ശരിയായ ഫോർമുല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അത് മാത്രം പഠിച്ചാൽ മതി. ഇത് ജസ്റ്റ് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓവർ ഷൂട്ട് അണ്ടർ ഷൂട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവണം. ഇതിനെയാണ് ഈ പീക്കിലേക്ക് പോകുന്ന മാക്സിമത്തിനാണ് ഓവർ ഷൂട്ട് എന്നും താഴേക്ക് വരുന്നതിനാണ് അണ്ടർ ഷൂട്ട് എന്നും മനസ്സിലാക്കുന്നത്. അവിടെയുള്ള പീക്കിനെ നമുക്ക് ഈ തരത്തിലും ഡിഫൈൻ ചെയ്യാം. 2k + 1 വരും, ഇവിടെ 2k വരും. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങളാകെ പഠിക്കേണ്ടതാണ് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് പഠിക്കാനില്ല. ഓവർ ഷൂട്ട് എപ്പോഴും ഒക്കെ അറിയുന്ന ഓഡിൽ, അണ്ടർ ഷൂട്ട് എവിടെ ഒക്കെ അറിയുന്ന ഈവണിൽ. ആ 2 ടൈം ഡിഫറൻസിനാണ് 2 പൈ ബൈ ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ദിസ് ഈസ് ദ ടൈം പീരീഡ് ഫോർ ഓസിലേഷൻ. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ഓസിലേഷൻ്റെ ടൈം പീരീഡ് റെയറാണ്, വളരെ റെയറാണ്, പക്ഷെ അറിയുവാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ടോപ്പിക്കുമാണ്. ഓക്കെ, ജനറലി വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു വെച്ച് കഴിഞ്ഞാണ്. ഇത് അഡീഷണലി വരുന്ന പോയിന്റ്സ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി തരുന്നതാണ്. ഓക്കെ, ആ തരത്തിൽ മാത്രം എടുത്താൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ ആവശ്യമുള്ള പ്രോബ്ലങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനും പറ്റണം. അതുകൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ പീക്ക് ഓവർഷൂട്ട് കണ്ടു, അല്ലെങ്കിൽ മാക്സിമം ഓവർഷൂട്ട് കണ്ടു. അപ്പോൾ മാക്സിമം പീക്ക് ഓവർഷൂട്ട് നമുക്ക് കിട്ടിയത് ഈ ഒരു ഇക്വേഷനാണ്. അതായത് ദ ഫസ്റ്റ് പീക്ക് ഇൻ ദ റെസ്പോൺസിലെ ഫസ്റ്റ് പീക്കിനാണ് നമ്മൾ മാക്സിമം പീക്ക് ഓവർഷൂട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിക്കും സി മാക്സ് ഈക്വൽ ടു സി ഓഫ് ടി പി എന്ന ലെവലിൽ ഇറ്റ് ഈസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് ഡോ ഒമേഗ ഇൻറ്റു ടി പി ഒ, അതായത് ഓവർഷൂട്ട് ആണല്ലോ, സൈൻ ഓഫ് ഒമേഗ ഡി ടി പി ഒ പ്ലസ് തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ അല്ല, നമ്മൾ നേരത്തെ ഇക്വേഷൻ സി ഓഫ് ടിൻ്റെ സെയിം ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് എഴുതി വയ്ക്കുക. സി മാക്സ് ഈക്വൽ ടു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഡോ പൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ എന്നാണ് കിട്ടുക. സോ സി മാക്സ് അല്ല നമുക്ക് കാണേണ്ടത്, ആക്ച്വലി നമ്മളുടെ മാക്സിമം പീക്ക് ഓവർഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സി മാക്സ് മൈനസ് സ്റ്റഡി സ്റ്റേറ്റ് 1 കട്ടാവും. അപ്പോൾ ഇ റേസ് ടു മൈനസ് ഡോ പൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് മൈനസ് ഡി പി. ഇതാണ് നിങ്ങൾ മാക്സിമം മാക്സിമം പീക്ക് ഓവർഷൂട്ട് എന്ന് പറഞ്ഞ് എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് കാണുന്നത് സി മാക്സ് മൈനസ് സി എസ് എസ് ഡിവൈഡഡ് ബൈ സി എസ് എസ് ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഡോ പൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് ഓഫ് ഡോ സ്ക്വയർ ഇൻറ്റു 100%. സോ മാക്സിമം പീക്ക് ഓവർഷൂട്ടിൻ്റെ ഫോർമുല നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്ത്? ഇ റേസ് ടു മൈനസ് ഡോ പൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ഡോ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മൾ പെർസെൻറ്റേജ് ഓവർഷൂട്ട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിലുള്ള ഫോർമുല. ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഫോർമുല. ഓക്കെ, ഇനി ഇത് മാക്സിമം പെർസെൻറ്റേജ്. ഒരു ഹിൻറ്റും കൂടി അല്ലെങ്കിൽ ഒരു ആഡപ്പും കൂടി നടത്തിക്കോ. നിങ്ങളോട് ചിലപ്പം ആബ്സല്യൂട്ട് ഓവർഷൂട്ട് എന്ന് ചോദിക്കും. ആബ്സല്യൂട്ട് ഓവർഷൂട്ട് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ ഈ ഫോർമുല ഉണ്ടല്ലോ, ഇ റേസ് ടു മൈനസ് ഡോ പൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ഡോ സ്ക്വയർ ഇൻറ്റു സ്റ്റഡി സ്റ്റേറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആബ്സല്യൂട്ട് ഓവർഷൂട്ട് കിട്ടും. നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും റെയറായിട്ട് എഴുതിയിരിക്കുക. അണ്ടർഷൂട്ടിൻ്റെ ഫോർമുല നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടത് എഴുതുന്നുമില്ല. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഇനി റൈസ് ടൈമും പീക്ക് ടൈമും ഒക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ ഡിലേ ടൈമും നമ്മൾ പഠിക്കുന്നത്. ഡിലേ ടൈമിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നില്ല. അപ്പോൾ ഇക്വേഷൻ നമുക്കൊന്ന് നോക്കാം എങ്ങനെ വരുന്നതെന്ന്. ഡിലേ ടൈം ഒക്കെ ഇക്വേഷൻ വൈസ് ചോദിക്കുവാണെങ്കിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് അല്ലേ? അപ്പോൾ എന്താണ് ഡിലേ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ബൈ ഔട്ട്പുട്ട് ടു റീച്ച് 5% എത്താൻ എടുക്കുന്ന ആ ചെറിയ സമയം, അതിനാണ് നമ്മൾ ഡിലേ ടൈം എന്ന് പറയുന്നത് ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. അതിനാണ് ഡിലേ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതും നമ്മളെ റെസ്പോൺസ് സി ഓഫ് ടിയിലെടുത്തിട്ട് കിട്ടുന്നതാണ്. അപ്പം ആ ഡിലേ ടൈമിൻ്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. 1 പ്ലസ് 0.7 ഡോ ഡിവൈഡഡ് ബൈ ഒമേഗ. റെയറാണ്, വളരെ റെയറാണ്. ഇക്വേഷൻ നിങ്ങൾ എവിടെയും കാണാൻ സാധ്യതയില്ല. ഓർത്ത് വയ്ക്കുക 1 പ്ലസ് 0.7 ഡോ ഡിവൈഡഡ് ബൈ ഒമേഗ. ഇതാണ് ഡിലേ ടൈമിൻ്റെയും ഒരു ഇക്വേഷനായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി സെറ്റിലിംഗ് ടൈം നിങ്ങൾക്കറിയാം, റേഞ്ചൊക്കെ നിങ്ങൾ പഠിച്ചതാണ്, ടോളറൻസ് ബാൻഡും എല്ലാം നിങ്ങൾ പഠിച്ചതാണ്, അതൊന്നൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഇനി അപ്പോൾ ഇപ്പം നമ്മൾ അണ്ടർ ഡാംഡിൻ്റെ കാര്യമാണ് നമ്മളിപ്പം പഠിച്ചത്. ഇനി ഇതേപോലെ റെസ്പോൺസ് ഫോർ അൺഡാംഡ് ഉണ്ട്. ഓക്കെ, അൺഡാംഡിൻ്റെ കേസ് നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അൺഡാംഡ് ഫോർ സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ അൺഡാംഡിൻ്റെ ഇക്വേഷൻ മാത്രമേ നമ്മൾ അറിയാനുള്ളൂ. ആ ഇക്വേഷൻ മാത്രം നോട്ട് ചെയ്ത് വെക്കുക. 1 മൈനസ് കോസ് ഒമേഗ ഇൻറ്റു ടി. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് അതിൻ്റെ പ്രൂഫിനൊന്നും ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മറ്റേത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, നമുക്ക് എക്സ്ട്രാ ടേമുകൾ വരുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ എക്സ്ട്രാ ടേമുകളൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് അണ്ടർ ഡാംഡ് നമ്മൾ നോക്കി അല്ലേ. പിന്നെ അടുത്തത് ക്രിട്ടിക്കലി ഡാംപ്ഡിൻ്റെ റെസ്പോൺസ് ഫോർ എ സ്റ്റെപ്പ് ഇൻപുട്ട്. ഒരു സ്റ്റെപ്പ് ഇൻപുട്ടിന് ക്രിട്ടിക്കലി ഡാംപ്ഡിൻ്റെ
റെസ്പോൺസിൻ്റെ ഫോർമുല ദാറ്റ് ഈസ് സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ഒമേഗ ഇൻറ്റു ടി പ്ലസ് ഇൻറ്റു 1 പ്ലസ് ഒമേഗ ഇൻറ്റു ടി. സോ ആ ക്രിട്ടിക്കലി ഡാമ്പിൻ്റെ റെസ്പോൺസും നമുക്ക് അറിയാം. ഇനി ഓവർ ഡാമ്പിൻ്റെ റെസ്പോൺസാണ് സി ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഒമേഗ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് ഡോ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് S1 into t divided by S1 minus e raised to S2 into t divided by S2. ക്ലിയർ? അപ്പം നമുക്ക് അധികം ആവശ്യമില്ല. നമുക്ക് അണ്ടർ ഡാമ്പിൻ്റെ കാര്യമാണ് കൂടുതലായിട്ടും ആവശ്യമായിട്ട് ഉള്ളത്. ബാക്കിയൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ല. ഓക്കെ, ബാക്കി എല്ലാ ഫോർമുലയും നമ്മൾ റെയർ ഫോർമുലകളടക്കം നമ്മൾ എല്ലാതും നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് റെസ്പോൺസ് നമ്മൾ ഓരോ സിസ്റ്റത്തിൽ എടുക്കുമ്പോഴും പഠിച്ചു. ഇനി സ്റ്റെപ്പ് റെസ്പോൺസിൻ്റെ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാം. കാൽക്കുലേറ്റ് ഡി ആണ് കാണേണ്ടത്. അല്ല, സോറി, ഡി അല്ല, ഡോ. ഫോർ വിച്ച് സെറ്റിലിംഗ് ടൈം ഫോർ 2% എറർ ബാൻഡ്. 2% എറർ ബാൻഡിനുള്ള സെറ്റിലിംഗ് ടൈമാണ് കാണേണ്ടത്. അപ്പോൾ ഡോ ഫോർ വിച്ച് സെറ്റിലിംഗ് ടൈം ഫോർ 2% എറർ ബാൻഡ് ഈസ് സെയിം ആസ് അല്ലെങ്കിൽ സെയിം ഫോർ critically damped as well as under damped system if both have same natural frequency same ആയിട്ട് രണ്ട് സെറ്റിലിംഗ് ടൈം ഈക്വൽ ആവുമ്പോൾ ഉള്ള ഡോ ആണ്. വളരെ വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം. ആദ്യം അറിയാവുന്നത് അണ്ടർ ഡാമ്പിൻ്റെ സെറ്റിലിംഗ് ടൈം അറിയാം. എത്രയാണ്? 2% ടോളറൻസ് അല്ലേ? എത്രയാണ് അണ്ടർ ഡാമ്പിൻ്റെ ഇക്വേഷൻ? 4/ഡോ ഒമേഗ n. ഏതിൻ്റെ കേസിൽ? അണ്ടർ ഡാമ്പിൻ്റെ. പക്ഷെ ക്രിട്ടിക്കലി ഡാമ്പിൻ്റെ അറിയില്ല നമുക്ക് എവിടെയും അല്ലേ? പക്ഷേ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ക്രിട്ടിക്കലി ഡാമ്പിന് ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമ്മൾ എവിടെയും കാണുന്നില്ല എന്നേ ഉള്ളൂ. അതും കൂടി ഒന്ന് എഴുതി വയ്ക്കുക. TS ഈക്വൽ ടു 6T ആണ് കേട്ടോ. ഡോ ഒമേഗ n അല്ല, 6/ωn. ഇതാണ് നിങ്ങളുടെ ക്രിട്ടിക്കലി ഡാമ്പ്ഡ്. ഇതും ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റൂല അത്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കലി ഡാമ്പ്ഡ് ആണെന്ന് 6/ωn. പറഞ്ഞിരിക്കുന്നത് രണ്ടും ഇക്വേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് സെറ്റിലിംഗ് ടൈം ഈക്വൽ ആയാൽ മാത്രമേ നാച്ചുറൽ ഫ്രീക്വൻസി സെയിം ആണ്, അതായത് ഒമേഗ തന്നെ സെയിം ആണ്, വ്യത്യാസപ്പെടുന്നില്ല. നമുക്ക് ഡോ ആണ് കാണേണ്ടത്. ഡോ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ പറ്റും? ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്താൽ പറ്റും. അപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 4/ഡോ ഒമേഗ n ഈക്വൽ ടു 6/ωn. ഒമേഗന് സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ഔട്ട് ആവും. യുവർ ഡോ വിൽ ബി ഈക്വൽ ടു 4/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്കത് ആ കാര്യം അറിയില്ലെങ്കിൽ നമുക്ക് തൊടാൻ പോലും പറ്റൂല. ശരിയല്ലേ? അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇത്തരത്തിലാണ് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് തന്നിരിക്കുന്നത്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനെ എഴുതാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം ഈസ് ഗിവൺ ബൈ 20 ഡിവൈഡഡ് ബൈ s² പ്ലസ് 6s പ്ലസ് 5. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനെ എന്തൊക്കെ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TS കാൽക്കുലേറ്റ് ചെയ്യണം, സെറ്റിലിംഗ് ടൈം.
രണ്ടാമത്തത് റിയലൈസ് ദിസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വിത്ത് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം. ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റമായിട്ട് ഇതിനെ റിയലൈസ് ചെയ്യാം. ദെൻ മൂന്നാമത്തത് പ്ലോട്ട് ദിസ് വിത്ത് യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് ആയിട്ട് വെച്ചിട്ട് ഇതിനൊന്ന് പ്ലോട്ട് ചെയ്യാനും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ആദ്യം ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം എപ്പോഴും ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് അല്ലേ. ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. എന്താണ് ഡോ ഒമേഗ എൻ എത്രയാണെന്നറിയാം, 6 എന്നറിയാം. ഒമേഗ എൻ എത്രയാണെന്ന് കിട്ടും നമുക്ക്, ഒമേഗ എൻ സ്ക്വയർ 5 ആണെന്ന് കിട്ടും അല്ലേ. 2 ഡോ ഒമേഗ എൻ ഇതാന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയും മാറ്റി എഴുതാലോ, s+5 × s+1 = 0 എന്ന് എഴുതാലോ, ശരിയല്ലേ. ഇതിൻ്റെ അകത്ത് ഡോ കിട്ടും നിങ്ങൾക്ക്. ഡോ എന്ന് പറഞ്ഞാൽ 6/ω n ആണ്, അതായത് 6/2 ഡോ ഒമേഗ n, സോറി ഡോ ഒമേഗ n അല്ല, 2 ഡോ ഒമേഗ n 6. അപ്പോൾ ഡോ നമുക്ക് എത്ര കിട്ടും, 6/2 × ഒമേഗ n. അപ്പോൾ 2 × √5. ഓക്കെ, √5ൻ്റെ വാല്യൂ ഒക്കെ ഓൾമോസ്റ്റ് 2 പോയിന്റ് സംതിങ്ങേ ഉള്ളൂ. അതായത് യു വിൽ ബി ഗെറ്റിംഗ് എ വാല്യൂ ഗ്രേറ്റർ ദാൻ 0, കാരണം 6/4 ഒക്കെ വരുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0, അതായത് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുക, ഓവർ ഡാംപ്ഡ് സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കുക. കാരണം ഡോ ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. നമുക്ക് സെറ്റിലിംഗ് ടൈം കാണണം. അപ്പോൾ സെറ്റിലിംഗ് ടൈം കാണാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ടോളറൻസ് ബാൻഡൊന്നും ഇല്ല. ടോളറൻസ് ബാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ സെറ്റിലിംഗ് ടൈം കാണാൻ പറ്റുമെന്നില്ല. നമുക്ക് വേറൊരു കാര്യം അറിയാം സെറ്റിലിംഗ് ടൈമിനെ ബന്ധപ്പെട്ട് അല്ലേ. സെറ്റിലിംഗ് ടൈമും ടൈം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം അല്ലേ. എന്താണ് സെറ്റിലിംഗ് ടൈമും ടൈം കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻ, ഓർക്കുന്നില്ലേ? നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പഠിച്ചല്ലോ. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മളിത് സോൾവ് ചെയ്യേണ്ടത്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകും നിങ്ങളുടെ പോളുകൾ എത്രയാണ്, -1 -5 ആണ്, ശരിയല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സി ഓഫ് എസ് എഴുതാൻ പോകുന്നത്. സി ഓഫ് എസ് എന്താണ്, ടി ഓഫ് എസ്, അതായത് s+1 × s+5. ആർ ഓഫ് എസ് നമ്മൾ ഇവിടെ പറയുന്നുണ്ടോ, ഇല്ല, ആർ ഓഫ് എസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ആർ ഓഫ് എസ് തന്നെയാണല്ലോ നമ്മുടെ ട്രാൻസ്ഫോർമേഷനിൽ എഴുതിയത്. അപ്പോൾ ആർ ഓഫ് എസ്, സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് = this one. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ 2 പോള് തന്നു. ഓക്കെ, 2 പോള് തന്നാൽ നമുക്ക് സെറ്റിലിംഗ് ടൈം കാണാൻ വേണ്ടി പറ്റില്ല. 2 സെറ്റിലിംഗ് ടൈം കാണാൻ പറ്റില്ല, ഒന്നേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സെറ്റിലിംഗ് ടൈം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിതിനെ ഏതാണ് ഡോമിനൻ്റ് പോളെന്ന് അനലൈസ് ചെയ്യുക. ഏതാണ് ഡോമിനൻ്റ് പോള്? ഒറിജിൻ്റെ അടുത്തുള്ള പോളാണ് ഡോമിനൻ്റ്. ഒറിജിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ആരാ, -1 ആണ് ഡോമിനൻ്റ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ആരെ മാത്രമേ ഉള്ളൂ, -1ൻ്റെ ടേമിന് മാത്രമേ ഉള്ളൂ. മറ്റേതിന് എന്ത് ചെയ്യാം, നമുക്ക് കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 20 / s+1 × എസ്സിനെ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. അതായത് എസ്സിന് 0 കൊടുക്കുക വേണ്ടത്, ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ 5. സോ ഇക്വേഷൻ വിൽ ബി 4 / s+1. എത്ര കിട്ടത്, 4 / s+1. അതായത് ഇതിൻ്റെ അകത്ത് നമ്മളപ്പം ടൈം കോൺസ്റ്റൻറ്റ് എത്രയാണ് എടുക്കേണ്ടത്, ടു ടേക്ക് ടൈം കോൺസ്റ്റൻറ്റ് അറ്റ് 1 second. ശരിയല്ല, ടൈം കോൺസ്റ്റൻറ്റ് അറ്റ് 1 second. ടൈം കോൺസ്റ്റൻറ്റ് 1 second ആണ്. അപ്പോൾ സെറ്റിലിംഗ് ടൈം എത്രയാണ്, നിങ്ങൾക്ക് ഒന്നും തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2% ടോളറൻസ് എടുക്കാം. 2% ടോളറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 4t, അതായത് ഇറ്റ് ഈസ് 4 × 1, ദാറ്റ് ഈസ് 4 seconds. ക്ലിയർ? നമുക്ക് ടൈം കോൺസ്റ്റൻറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. കാരണം നമുക്ക് 2 എണ്ണം എടുക്കാൻ പറ്റില്ല. 2 പോൾസ് വരുന്ന കേസിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡോമിനൻറ്റ് പോളാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. 2 പോൾ വന്നുകൊണ്ട്, 1 പോളാണെങ്കിൽ പ്രശ്നമില്ല. ഒരു 2 പോൾ വരുമ്പോൾ ഡോമിനൻറ്റ് പോൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം സെറ്റിലിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി, ടൈം കോൺസ്റ്റൻറ്റിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ക്ലിയർ? അപ്പോൾ സെറ്റിലിംഗ് ടൈം കാണാനുള്ള കാര്യം നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂണിറ്റി ഫീഡ്ബാക്കിൽ എങ്ങനെ റിയലൈസ് ചെയ്യാമെന്ന് നോക്കാം. ഇതുവരെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുള്ളൂ, ചോദിക്കില്ല. പക്ഷെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ പ്ലോട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പ്ലോട്ട് ചെയ്യാൻ ചോദിക്കില്ല.
ഓക്കെ, എങ്ങനെയാണ് യൂണിറ്റ് ഫീഡ്ബാക്കിലേക്ക് റിയലൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. 20 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 ആണല്ലോ, ശരിയല്ലേ? ഇതിന് നമുക്ക് 4 × 5 ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 6s പ്ലസ് 5 എന്ന് എഴുതാമല്ലോ. ഇങ്ങനെ എഴുതിയാൽ മാത്രമേ ഇത് ആക്ച്വലി ഏത് ഫോമിലുള്ളൂ? ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 ഡോ ഒമേഗ എൻ ഇൻറ്റു എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ, ശരിയല്ലേ? ഇവിടെ ഒമേഗ എൻ സ്ക്വയർ 5 ആണെങ്കിൽ ഇവിടെയും 5 ആയിരിക്കണം, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ഓക്കെ, അപ്പം ഈ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ജി ഓഫ് എസ്, നമ്മളെ സാധാരണഗതിയിലുള്ള ജി ഓഫ് എസ് എന്താ? ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡ് ഓപ്പൺ ലൂപ്പിൽ ജി ഓഫ് എസ് ആണ് എഴുതുന്നത്, എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഡോ ഒമേഗ എൻ എന്നുള്ളതല്ലേ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഒമേഗ എൻ സ്ക്വയറിന് ഇവിടെ 5 എന്ന് എഴുതാം, എസ്സിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ എസ്സിന് ഇൻറ്റു എസ് പ്ലസ് 6 എന്നാക്കാമല്ലോ, ശരിയല്ലേ? അപ്പം ജി ഓഫ് എസ് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിനാണെന്നും പറയുന്നത്. അതിൻ്റെ എച്ച് ഓഫ് എസ് എത്രയാണ്? 1 ആണ്. അപ്പം ഇത് നമ്മൾ വരക്കുമ്പോൾ ഇവിടെ ഒരു ജി ഓഫ് എസ് ഉണ്ടാവും, ആ ജി ഓഫ് എസ് ആണ് ഇത്. പിന്നെ ഇവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും, ഇവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. ഫീഡ്ബാക്ക് യൂണിറ്റിയാണ്, അതായത് എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ ഒരു റെസ്പോൺസിൻ്റെ ഫിഗറും ഉണ്ടാവും. ഇവിടെ അഡീഷണലി ആരും ഉണ്ടാവും, ഇവിടെ ഒരു കോൺസ്റ്റൻറ്റും ഉണ്ടാവും. അതും കൂടി ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ എന്ത് ചെയ്യാം? വരക്കാം. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മളത് പ്ലോട്ട് ചെയ്യേണ്ടത്. പ്ലോട്ട് ചെയ്യാനൊന്നും ചോദിക്കില്ല, ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ കിട്ടിയ സാധനം CLTFലാണ് ഉണ്ടാവുക, അതിന് നമ്മൾ ഓപ്പൺ ലൂപ്പ് മാറ്റിയിട്ടൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിനെ ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് യുവർ ഇക്വേഷൻ. ഓക്കെ, അതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാം വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് കേട്ടിരിക്കുക, നോട്ട് ചെയ്യുക. The error response of a servo motor for unity step input is given as E of t equal to 1.67 e raised to minus 8t sin of 60 minus 37 degrees. ഇത്രയേ ഉള്ളൂ. എറർ റെസ്പോൺസ് ആണ് കാണേണ്ടത്. ഓക്കെ, എറർ റെസ്പോൺസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോറി, എറർ റെസ്പോൺസ് ആണ് തന്നത്. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കണം. നമുക്ക് പറ്റാവുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ ഇതിൻ്റെ അത് കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് സി ഓഫ് ടിയുടെ ജനറൽ ടേം അറിയാം, എന്താണ്? ഇ റേസ് ടു മൈനസ് ഡോ, 1 മൈനസ് ഉണ്ട്, അതിനൊന്നും ആവശ്യമില്ല. ഇ റേസ് ടു മൈനസ് ഡോ ഒമേഗ എൻ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 1/1 ഡോ സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ഡി ടി പ്ലസ് തീറ്റ, ശരിയല്ലേ? ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്കറിയാവുന്ന ക്വാണ്ടിറ്റികൾ നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് ചെയ്യാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ ടേം കൺസിഡർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. ഈ കാര്യത്തിൽ കൺസിഡർ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ഡോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അത് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ടേം കൺസിഡർ ചെയ്യലും കുഴപ്പമില്ല. ഇത് മാത്രം നോക്കും. ഇത് മാത്രം നോക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഈ ഡോ ഒമേഗ എന്നല്ലേ ഇത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം ഡോ ഒമേഗ എൻ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 8 അല്ലേ? ഡോ ഒമേഗ എന്ന് നമുക്ക് എന്ത് എഴുതാം? 8 എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് നമുക്ക് കാണേണ്ടത് ഓവർഷൂട്ടും കാണണം, അണ്ടർഷൂട്ടും കാണണം. ഓവർഷൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇക്വേഷൻ മാത്രം എഴുതാം, നിങ്ങൾ വാല്യൂസ് പിന്നെ നമ്മൾ ചെയ്തു കേട്ടോ. പിന്നെ അണ്ടർഷൂട്ടും കാണണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് വിൽ ബി 2π/ω d where ω d equal to ωn into √1 minus ഡോ സ്ക്വയർ. ശരിയാണല്ലോ? ഇവിടെ ഈ തന്നിരിക്കുന്ന വാല്യൂ ആണ് തീറ്റ, ശരിയല്ലേ? സൈൻ ഒമേഗ ടി മൈനസ് പ്ലസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് തീറ്റ എന്നല്ലേ വരിക. ഇതാണ് നിങ്ങളുടെ ഒമേഗ ഡി. ഓക്കെ, ഇത് കുറേ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് വാല്യൂസ് മാത്രം തരാം, നിങ്ങൾ വർക്കൗട്ട് ചെയ്തോളൂ. ഡോ ഒമേഗനെ 8 വന്നിട്ടുണ്ട്. അപ്പോൾ ഒമേഗ ഡി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ആ കിട്ടുന്ന വാല്യൂ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഡോ കണ്ടുപിടിക്കുക. ഓക്കെ, ഒമേഗന് നിങ്ങൾക്ക് കിട്ടും. ദെൻ
ഇതിൻ്റെ അകത്തുനിന്ന് വേറൊരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയേണ്ടത് സെറ്റിലിംഗ് ടൈമാണ്. സെറ്റിലിംഗ് ടൈം നമുക്ക് എന്താ അറിയാം, ഒന്നും തന്നിട്ടില്ലെങ്കിൽ 4/dou omega എന്ന് തരാം. പീക്ക് ഓവർഷൂട്ടിൻ്റെ ഫോമുല e⁻⁻ divided by √1 - dou square into 100% ആണ്. ദെൻ ഡിലേ ടൈം ഓർത്ത് വയ്ക്കുക, 1 + 0.7 dou divided by omega എന്നാണ്. ഒരു ടേം കൂടി എക്സ്ട്രാ വരുന്നുണ്ട്, അതിനാണ് ആക്ച്വലി പ്രോബ്ലം തന്നത്. നമ്പർ ഓഫ് സൈക്കിൾസ് എന്ന് പറഞ്ഞാൽ TS/T ആണ് കേട്ടോ. ഈ ഫോമുലയും കൂടി ആഡ് ചെയ്ത് വെച്ചേക്ക്. നമ്പർ ഓഫ് സൈക്കിൾസ് ഈക്വൽ ടു TS/T. ഓക്കെ, അതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ട പ്രോബ്ലം. ഇത് നിങ്ങൾ സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് കുറച്ചുണ്ട് ചെയ്യാൻ, നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഡോ നമുക്ക് എങ്ങനെ കിട്ടും, ഇവിടെ തീറ്റ ഉണ്ടല്ലോ, അപ്പോൾ തീറ്റ കിട്ടാൻ എന്താ, ഡോ ഈക്വൽ ടു കോസ് തീറ്റ അല്ലേ, അപ്പോൾ അങ്ങനെ ഡോവും കിട്ടും. ഓക്കെ, അത്തരത്തിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലത്തെ അനലൈസ് ചെയ്ത് സിമ്പിളായിട്ട് പോകാവുന്നതാണ്. ഇത്രയും ഫോർമുലാസാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത നല്ല ക്വസ്റ്റ്യനാണ്. Output rate control is used to improve the damping of system. Calculate the value of K. Question ഇത്ര മാത്രം എഴുതിയാൽ മതി. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കെ. കെൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സച്ച് ദാറ്റ് ഡാമ്പിംഗ് റേഷ്യോ ഈസ് 0.5. ഞാൻ ഈ സിസ്റ്റം നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം ഇതിൻ്റെ അകത്ത് നിങ്ങൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടതെന്ന് പഠിക്കുന്നുണ്ട്. R(S) 1/s × 1 + 4s. അടുത്തത് C(S) then Ks ഇതാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് ഇത് മാത്രം കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ അകത്തുള്ള ട്രാൻസ്ഫോർമേഷൻ എന്താ വരിക, നിങ്ങൾ അതിനെ T1(s) എന്ന് വിളിക്കുക. ഇറ്റ് വിൽ ബി G(s) ഡിവൈഡഡ് ബൈ 1 + ഇത് G(s) ആണ്, ഇത് H(s) ആണ് അല്ലേ. 1 + G(s) H(s). അപ്പോൾ ഇത് രണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പം Ks ഡിവൈഡഡ് ബൈ s × 1 + 4s എന്ന് വരും. ശരിയാണല്ലോ. അതിൻ്റെ അകത്ത് നിങ്ങൾ യു വിൽ ബി ഗെറ്റിംഗ് 1/4s² + K + 1 × s എന്നാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി ടോട്ടൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ T(s) നിങ്ങൾ എങ്ങനെ എഴുതും? T(s) ഇത് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം അല്ലേ. അപ്പോൾ നമുക്ക് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/4s² + K + 1 × s + 1 കൂടി വരും. ശരിയല്ലേ? കാരണം യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് എഴുതാം, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ന്യൂമറേറ്റർ + ഡിനോമിനേറ്റർ. അത് കട്ടായി പോവും, ബാക്കി വരുന്ന സാധനമാണ് ഇത് കേട്ടോ. 1/4s² + K + 1 + s. ഇതാണ് നിങ്ങളുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നിങ്ങൾ ഒന്നും കൂടി ഇതിനെ മാറ്റി എഴുതിയാൽ മാത്രമേ ഇതിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. 1/4 എടുക്കുക, കാരണം ഇവിടെ s² അല്ല, അത് മാറ്റണം. അപ്പോൾ s² + K + 1/4 × s + 1/4. ഇത്തരത്തിൽ എഴുതിയാൽ ഇക്വേഷൻ കറക്റ്റ് ആവും. ഏത് ഫോമിലേക്ക് കൊണ്ടുവരാം, Ωn² + 2 Ωn × s + Ωn² വരാം. ഇതിൻ്റെ അകത്ത് നമുക്ക് Ωn² കിട്ടും, എത്രയാണ് 1/4. അതുപോലെ 2 Ωn കിട്ടും, എത്രയാണത്, ഇറ്റ് ഈസ് K + 1/4. ഇതിൻ്റെ അകത്ത് Ωn കിട്ടും, എത്രയാണ് 1/2. ആ Ωn ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡോ തന്നിട്ടുണ്ട് എത്ര, 0.5. ഇപ്പോൾ ഡോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, Ωn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് K ആസ് വാല്യൂ 1. ഓക്കെ, ഇങ്ങനെയാണ്. ഇത്തരത്തിൽ നിങ്ങളൊരു ലൂപ്പ് പോലത്തെ ഒരു പ്രോബ്ലം തന്നിട്ട് ചെയ്യാൻ പറയുവാണെങ്കിൽ ഇത്തരത്തിലാണ് നമ്മൾ ആ പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
the forward path transfer function is given of a unity feedback system. ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റത്തിൻ്റെ ഫോർവേഡ് പാത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഏതാണ് കാണേണ്ടത്? ഇവിടെയും നിങ്ങൾക്ക് കെ ആണ് കാണേണ്ടത്. ഓക്കെ, വാല്യൂ ഓഫ് കെ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടി പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നത് ദ വാല്യൂ ഓഫ് കെ ആണ് കാണേണ്ടത്. എങ്ങനെ? ദ വാല്യൂ ഓഫ് കെ ഇൻ വിച്ച് will place both the poles of closed loop system on same locations. ഇതാണ് എൻ്റെ ഹൈലൈറ്റ് ടേം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കെ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് മൈനസ് 1. ഓക്കെ, രണ്ട് പോൾസും ഒരേ ലൊക്കേഷനിലാവുന്ന തരത്തിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്തുള്ള കെൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിലെ ഒരേ ലൊക്കേഷനിൽ രണ്ട് പോൾസും ബോത്ത് ദ പോൾസ് ഓഫ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ഓൺ സെയിം ലൊക്കേഷൻ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക അത്തരത്തിലുള്ള സിസ്റ്റമാണ് ക്രിട്ടിക്കലി ഡാംഡ്. കാരണം ഡോ 1 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ വന്നതിനെ മനസ്സിലാക്കുക, പോൾസ് എല്ലാം ഒരേ ലൊക്കേഷനിലാണെങ്കിൽ അത് ക്രിട്ടിക്കലി ഡാംഡ് സിസ്റ്റം ആയിരിക്കും. കാരണം -ω എന്നാണ് ഉണ്ടാവുക. ശരിയല്ല? അപ്പോൾ ഒരേ ലൊക്കേഷനിലാണ് പോൾസ് വരുന്നത്. അപ്പോൾ അത് ക്രിട്ടിക്കലി ഡാംഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ജി ഓഫ് എസ് ആണ് തന്നിരിക്കുന്നത്. ടി ഓഫ് എസ് കണ്ടുപിടിക്കണം. ടി ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് ആണ്. യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് മൈനസ് എസ് അല്ല പ്ലസ് എസ് അല്ല പ്ലസ് എസ് -2 കിട്ടും. പ്ലസ് ആരെയും കൂടി ആഡ് ചെയ്യണം, കെ. സോ ഇക്വേഷൻ വിൽ ബി കെ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എസ് പ്ലസ് കെ -2. ഈ പ്രോബ്ലത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സെയിം ലൊക്കേഷനിൽ പോൾസ് ലൊക്കേഷൻ വരികയാണെങ്കിൽ അത് ക്രിട്ടിക്കലി ഡാംഡ് ആണെന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ω_n² ഈക്വൽ ടു കെ -2, അതായത് ω_n = √k -2, ദെൻ 2 ഡോ ω_n = 1. അപ്പോൾ ഡോ = 1/2 ഇൻറ്റു ω_n എന്ന് പറഞ്ഞാൽ √k -2. ക്രിട്ടിക്കലി ഡാംഡ് ആയതുകൊണ്ട് ഈ ഡോ എത്രയാണ്? 1 ആണ്. അപ്പോൾ 1/2 ഇൻറ്റു √k -2 = 1. യു വിൽ ബി ഗെറ്റിംഗ് കെ ആസ് 2.25. 1/4 ആണ് വരിക. ആൻസർ വിൽ ബി 2.25. ഇതായിരിക്കും നിങ്ങളുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ആ പ്രോബ്ലം നോക്കി അനലൈസ് ചെയ്ത് തന്നെ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇമ്പൾസ് റെസ്പോൺസും റാമ്പിൻ്റെ റെസ്പോൺസും നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ നമ്മൾ ജസ്റ്റ് അതിൽ പാസ് ചെയ്ത് പോകുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, അതൊന്ന് നോക്കിയാൽ മതിയോ. പിന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡോമിനൻറ്റ് പോളിൻ്റെ ഒരു 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. ആ 2 പ്രോബ്ലം കൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്യാനുണ്ട്. So, a question: transfer function is given as 100 divided by s plus 2 into s plus 12. Okay, s plus 2 into s plus 12 ആണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളോട് കാൽക്കുലേറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ്. ഓക്കെ, സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ഡോമിനൻ്റ് പൂൾ അനാലിസിസ്. ഓക്കെ, ഡോമിനൻ്റ് പൂൾ അനാലിസിസ് വഴി സ്റ്റെപ്പ് റെസ്പോൺസ് കാണാനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ പോൾസ് കണ്ടുപിടിക്കാം. P1 എത്രയാണ്? -2. P2 എത്രയാണ്? -12.
ഓക്കെ, നമ്മൾ ഈ ഡോമിനൻ്റ് പൂൾ അനാലിസിസിൽ ഒരു കാര്യം കൂടി പഠിക്കാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പൂളുകളുടെ സക്സസീവ് പൂളുകളുടെ റേഷ്യോ എടുക്കുക. അതായത് P2/P1 എടുക്കുക. എത്ര കിട്ടും നമുക്ക്? 6. അതായത് ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, മനസ്സിലാക്കുക. നിങ്ങൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുക. ആ റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ നിങ്ങൾക്ക് S = -2 ക്യാൻ ബി ഇഗ്നോർഡ്. അതായത് വലിയ സാധനം ഇഗ്നോർ ചെയ്യാൻ വേണ്ടി സാധിക്കും, ഇല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് രണ്ട് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റും എപ്പോൾ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആ റേഷ്യോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആവണം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യത്തിൽ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ വിൽ ബി ഈക്വൽ ടു 100 / ഏത് മാത്രമേ വരൂ? S+2 × 0 കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ ഡോമിനൻ്റ് പൂൾ അനാലിസിസ് അല്ലേ. അപ്പോൾ 12. സോ 25/3 × S+12. നമ്മൾ സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് കാണേണ്ടത്. അതായത് C(S) = T(S) × R(S). അപ്പോൾ T(S) × R(S) വരെ 1/S ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എടുത്ത് നിങ്ങൾക്ക് സ്റ്റെപ്പ് റെസ്പോൺസും കിട്ടും. അത് ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ കൺസെപ്റ്റ് പറഞ്ഞതെന്നാണ്. നിങ്ങളിങ്ങനെ രണ്ട് പൂളുകൾ വരുവാണെങ്കിൽ റേഷ്യോ എടുക്കുക പൂളുകളുടെ. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെങ്കിൽ ഇതിലേതാണോ ഒറിജിനിന് അടുത്തില്ലാത്തത്, ആ ഒറിജിനൽ അടുത്തില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഒരെണ്ണം കൂടി ഡോമിനൽ പൂൾ അനാലിസിസ് നോക്കാം. T(S) = 288 / S+2 × S+5 × S+12 × S+4 24. ഓക്കെ, ഡോമിനൻ്റ് പൂൾ അനാലിസിസ് വഴി നിങ്ങളോട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുമ്പോൾ നമുക്ക് 4 പൂളുകൾ കിട്ടുന്നുണ്ട്. ഏതാ? -2, -5, -12, -24 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ഇതിന് എന്തായാലും നിർബന്ധമായിട്ട് ആ സാധനം തേർഡ് ഓർഡർ ഒന്നും എന്തായാലും വരാൻ പറ്റില്ല, സെക്കൻഡ് ഓർഡർ മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സെക്കൻഡ് ഓർഡറിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ഇഗ്നോർ ചെയ്യേണ്ടി വരും? -12 പറ്റില്ല, -24 പറ്റില്ല. ഇനി ഇതിനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് പോൾസിൻ്റെയും റേഷ്യോ എടുക്കുക. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണെന്ന് നോക്കുക. ആണോ? അല്ല, 2.5. അപ്പോൾ ഈ രണ്ട് പോൾസിനെ നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. എന്തിന്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുന്നതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? 288 / S+2 × S+5 × ഇവിടെ 0 കൊടുക്കുക. സോ 12 × 24. 12 × 24 ആണ് ഈ പറഞ്ഞ 288. അത് കട്ട് ചെയ്യുമ്പോൾ 1 / S+2 × S+5. ക്ലിയർ? നമുക്ക് മിനിമം സെക്കൻഡ് ഓർഡർ വേണം. സെക്കൻഡ് ഓർഡറിലേക്ക് എത്തിക്കാൻ വേണ്ടി വലിയ വലിയ പോൾസിന് എന്തായാലും ഇഗ്നോർ ചെയ്യാം. ഇനി ഇതിലെ രണ്ടിലെ ഏതെങ്കിലും ഇഗ്നോർ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ പോൾസിൻ്റെ റേഷ്യോ എടുക്കുക. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ, ഈക്വൽ ടു 5 ആണെങ്കിൽ അതിലുള്ള ഈ -5 ഇഗ്നോർ ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇവിടെ ആ വാല്യൂ അല്ല, ഇതിനെക്കാട്ടി ചെറുതാണ്. അതുകൊണ്ട് ഈ രണ്ടും നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതാണ് ഡോമിനൻ്റ് പൂൾ അനാലിസിസിൻ്റെ ഒരു കാര്യം. ഓക്കെ, നമുക്ക് രണ്ട് പ്രോബ്ലം കൂടി ചെയ്യാം. നമുക്കൊരു തേർഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ ഒരു ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതാണ് C(S) / R(S) = 100 × S+2 / S+10 × S+1 × S+3. ഓക്കെ, അപ്പം ഇത് കാണാൻ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഓർഡർ ഇക്വാലൻ്റ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഓർഡർ ഇക്വലൻ്റ് ആണ് കാണേണ്ടത് യൂസിങ് ഡോമിനൻ്റ് പോൾ അനാലിസിസ്. ഡോമിനൻ്റ് പോൾ അനാലിസിസ് യൂസ് ചെയ്ത് സെക്കൻഡ് ഓർഡറാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമുക്ക് ആരെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളുടെ 10നെ നമുക്ക് എന്ത് ചെയ്യാം? ഇഗ്നോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ശരിയല്ലേ? അപ്പോൾ 10ൻ്റെ സ്ഥലത്തുള്ള സാധനത്തിന് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ത് വരും? ഇറ്റ് വിൽ ബി 100 × S+2 / 10 × S+1 × S+3 കട്ടായപ്പോൾ 10. യുവർ ഇക്വേഷൻ ബി 10 × S+2 / S+1 × S+3. ദിസ് വിൽ ബി യുവർ സെക്കൻഡ് ഓർഡർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ഒരു തേർഡ് ഓർഡർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ സെക്കൻഡ് ഓർഡർ ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കുക,
ഡോമിനൻറ്റ് പൂൾ അനാലിസിസ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിനനുസരിച്ചിട്ട് നമുക്ക് ഡോമിനൻറ്റ് പോളുകൾ 2 വരുള്ളൂ. കാരണം ഒറിജിൻ്റെ തൊട്ടടുത്തേക്ക് വരുന്ന പോളുകളാണ്. പിന്നെ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലേ, കാരണം 3/1 ആണ് വരിക. അപ്പോൾ 5 ചെറുതാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് വരും. ഓക്കെ, ഇനി സിമ്പിൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാം. R of S, ഇത് K, ഇത് 2 divided by S square plus 8S plus 2 C of S ആണെങ്കിൽ ഇതാണ് നിങ്ങളുടെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം ക്രിട്ടിക്കലി ഡാംപ്ഡ് ആവണമെങ്കിൽ ക്രിട്ടിക്കൽ ഡാംപ്ഡ് ആവുമെങ്കിൽ Kൻ്റെ വാല്യൂ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ ഡാംപ്ഡ് ആവുകയാണെങ്കിൽ നമുക്കറിയാം ഡോ 1 ആയിരിക്കും. അപ്പോൾ അത് ഒരു കാര്യം കിട്ടി അല്ലേ. നമുക്ക് നോക്കാം. ഇവിടെ G of S ആയെന്ന് തന്നെ എഴുതാം. G of S എന്ന് പറഞ്ഞാൽ എന്താ, 2K, കാരണം K കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുക. അപ്പോൾ 2K ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് 8S പ്ലസ് 2 ആണ് G of S. ഇതിനെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. നമുക്കിത് യൂണിറ്റി ഫീഡ്ബാക്ക് ആയതുകൊണ്ട് തന്നെ, യൂണിറ്റി ഫീഡ്ബാക്ക് അല്ലേ, H of S 1 അല്ലേ, നമുക്ക് മറ്റേ ഇത് യൂസ് ചെയ്യാം. എന്താണ്, ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ. അപ്പോൾ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ വയ്ക്കുക, 2K ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 2K ഡിവൈഡഡ് ബൈ S സ്ക്വയർ പ്ലസ് 8S പ്ലസ് 2 പ്ലസ് 2K ഇങ്ങനെ വരും അല്ലേ. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് Kൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. Kൻ്റെ വാല്യൂ എപ്പോൾ, നിങ്ങളുടെ ക്രിട്ടിക്കലി ഡാംപ്ഡ് ഡോ 1 ആണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ പ്രകാരം നമുക്ക് ω_n² കിട്ടും. എത്രയാണ്, √2 + 2K. ശരിയല്ലേ, ω_n² √2 + 2K. 2 ഡോ ω_n അറിയാം എത്രയാണത്, 8 ആണ് അല്ലേ. ഇപ്പോൾ 2 ഡോ ω_n 8 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം ω_n എന്ന് പറയുന്ന സാധനം എത്ര വരിക, ω_n നമുക്ക് എത്ര കിട്ടുക, ω_n² ഡോ ω_n ഇതിൻ്റെ അകത്ത് കിട്ടുമല്ലോ. ശരിയാ, ഡോ ω_n 4 ആണ്, 8/2. ഡോ 1 ആണ്, അപ്പോൾ ω_n 4 ആണ്. ആ 4 കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 16 = √2 + 2K. ശരിയല്ലേ. അപ്പം യു വിൽ ബി ഗെറ്റിംഗ്, ഈ റൂട്ട് വന്നു അല്ലേ. അതിൻ്റെ അകത്ത് ഇഫ് യു ആർ 16 = √2 + 2K വരെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എത്രയുടെ സ്ക്വയർ മാറ്റുമ്പോൾ 16 സ്ക്വയർ, 16 × 16 = 2 + 2K എന്ന് വരും അല്ലേ. മിറർ ഉണ്ടോ ഇതിൽ, 2 + 2K, 16 = 2 + 2K എന്നല്ലേ വരിക. അതെ ശരിയാ, 16 = 2 + റൂട്ട് വരുന്നില്ലല്ലോ. റൂട്ട് എങ്ങനെയാണ് വരുന്നത്, റൂട്ട് ω_n² അല്ലേ ഇത്, ω_n² = 2 + 2K അല്ലേ. ഇവിടെ നിന്ന് റൂട്ട് വരുന്നത് ω_n എടുക്കുവാണെങ്കിലല്ലേ റൂട്ട് വേണ്ടു. അപ്പോൾ 2 + 2K. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് 16 - 2 എന്ന് പറയുന്നത് 14 = 2K കിട്ടും. therefore K will be = 7. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, അനലൈസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈസി പ്രോബ്ലംസ് ആണ്. നമ്മൾ കൺസെപ്റ്റ് സ്ട്രോങ് ആയാലും വളരെ എളുപ്പത്തിൽ, മാത്സ് ആണ് കൂടുതലും. ഓക്കെ, നമ്മൾ കുറച്ച് കൺസെപ്റ്റ് പഠിക്കാനുള്ള, കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലംസിനെ അപ്രോച്ച് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഏകദേശം നമ്മളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടൈം റെസ്പോൺസ് ആയാലും ഏതായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ ടോപ്പിക്ക് എടുക്കുന്ന സ്റ്റെബിലിറ്റി. അപ്പോൾ സ്റ്റെബിലിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. സ്റ്റെബിലിറ്റി തൊട്ട് കുറച്ച് കൺസെപ്റ്റ്, സ്റ്റെബിലിറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസും സ്റ്റെബിലിറ്റിയും ആ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളാണ് എടുക്കുക. അതിന് മുന്നേ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ പോളും സീറോവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആവണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ എടുത്തത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെബിലിറ്റിയും ഫ്രീക്വൻസി റെസ്പോൺസും ആണ് കവർ ചെയ്യാനുള്ളത്. അത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ
കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമ്മൾ എല്ലാ കാര്യങ്ങളും മിസ്സിംഗ് പോയിൻറ്റ്സും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്ത് എടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് പുതിയൊരു സെഷനുമായിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.